അപ്പോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് തകർക്കണം. അതിനേറ്റു. പക്ഷെ ഞാൻ ചോദിച്ച ഗിഫ്റ്റ് അതച്ഛൻ മറക്കണ്ട. അച്ഛനും മോളും തമ്മിൽ എന്തോ ഒരു വലിയ രഹസ്യമുണ്ടല്ലോ. അത് എനിക്കും എന്റെ അച്ഛനും മാത്രമേ അറിയൂ. എല്ലാരും ഒന്ന് വേഗം കയറുകയായിരുന്നെങ്കിൽ നമുക്ക് പോകായിരുന്നു. അച്ഛാ, ഉമ്മ. ഉമ്മ. മിടുക്കിയായിട്ട് പോയിട്ട് വേഗം വാ. ശരി അച്ഛാ. ചേട്ടാ, ആ കൊച്ചു വേറെ സീറ്റിൽ പോയിരുന്നല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? മഹിയേട്ടാ, ബസ്സിലെ നകുൽ ബോംബ് വെച്ചിട്ടുണ്ട്. ഗംഗയും മാളും അടക്കം കുറെ കുഞ്ഞുങ്ങൾ ആ ബസ്സിനകത്തുണ്ട്. അവരെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കും മഹിയേട്ടാ. അമ്മേ, ഞാനിന്ന് മത്സരത്തിന് പോവാ. ആരും എനിക്കിങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. താങ്ക്സ് കിങ്ങേ. മഹിയേട്ടൻ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? എന്തെങ്കിലും ഒന്ന് ചെയ്യും മഹിയേട്ടാ. നമ്മുടെ മോളുടെ ജീവൻ അപകടത്തില. ഈ വീട്ടിൽ നിന്ന് എനിക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേനെ. ഗുരുവമ്മ കൊടുത്ത ഏലസ് വീടിന്റെ തെക്കേ മൂലയിൽ അവര് കുഴിച്ചിട്ടിരിക്കുക. അതിന്റെ ശക്തി കൊണ്ട് എനിക്ക് വീട് വിട്ട് വെളിയിൽ പോകാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ആ ഏലസ് സ്ഥാപിച്ചതോടെ കഴിഞ്ഞ അമാവാസി നാളിൽ എനിക്ക് ലഭിച്ച പല ശക്തികളും നഷ്ടമായി കഴിഞ്ഞു. ആരെങ്കിലും ആ ഏലസ് ഒന്ന് എടുത്തു മാറ്റിയിരുന്നെങ്കിൽ എന്റെ മോളെയും ഗംഗയും ആ ബസ്സിലെ എല്ലാവരെയും ഞാൻ രക്ഷിച്ചേനെ. എന്തെങ്കിലും ഒന്ന് ചെയ്യും മഹിയേട്ടാ. മഹിയേട്ടാ, ഇയാൾ എന്തായി ചെയ്യുന്നത്? ഇയാളുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടല്ലോ.
ഹലോ. എന്തായി? എല്ലാം കുളമായി സർ. ആ കൊച്ചു ബോംബ് വെച്ച സീറ്റിൽ വന്നിരുന്നില്ല. ഞാനത് അവിടുന്ന് മാറ്റാൻ നോക്കുക. ശ്ശെ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ബോംബ് ഞാൻ മാറ്റി ഫിറ്റ് ചെയ്യാം സർ. നിങ്ങൾ എന്താ പറഞ്ഞത്? ബോംബോ? അയ്യോ, ബോംബല്ല, ബോംബെ. ബോംബെ പോകുന്ന കാര്യമാ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ ഫോൺ കട്ട് ചെയ്തത്? ഹലോ ഹലോ. ശ്ശെ, കട്ടാക്കിയല്ലോ നാശം പിടിക്കാൻ. നിങ്ങൾ എന്തിനാ എന്നെ ചോദ്യം ചെയ്തത്? ഞാൻ എന്റെ ഫോൺ കട്ട് ചെയ്യോ കട്ടാക്കാതെ ഇരിക്കും. നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്? നിങ്ങൾക്ക് എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടല്ലോ. അതെ, എനിക്ക് പണ്ടേ ടെൻഷൻ ഉണ്ട്. ഞാൻ ഒരുപാട് ടെൻഷൻ ഉള്ള ആളാ. നിങ്ങളെ ആ കുഞ്ഞിനെ പിടിച്ചിരുന്നോടെ. വണ്ടി ബ്രേക്ക് ഇടുമ്പോ ഈ കുഞ്ഞങ്ങ് മുന്നോട്ടെങ്ങനെ പോയി വീണാ ഞാൻ തന്നെ എടുത്തോണ്ട് പോണ്ടി വരും. അതെ, നീ മോളെ പിടിച്ചോണ്ടിരിക്കേ. വെറുതെ എന്തിനാ അയാളുടെ കാര്യത്തിൽ ഇടപെടുന്നേ? അയാളുടെ പണി അയാൾ ചെയ്തോളും. രേഷ്മിച്ച്, ഞാൻ ഒന്ന് മിണ്ടാതിരിക്കെ ഗംഗേ. അങ്ങനെ പറഞ്ഞോടി ചേച്ചി. അവിടെ എന്താ സംഭവിച്ചെന്ന് അവൻ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. കേട്ടെടുത്തോളം അവൻ ഫിക്സ് ചെയ്തെടുത്തുനിന്ന് ബോംബെടുത്ത് മാറ്റേണ്ട അവസ്ഥയാണെന്ന് തോന്നുന്നു. ഇനി അത് വീണ്ടും ഫിക്സ് ചെയ്യാൻ സാധിക്കുമോ? അറിയാൻ ഒരു മാർഗവും ഇല്ലല്ലോ. ഒരു പെൺകുട്ടിയുടെ ശബ്ദം ഞാൻ കേട്ടല്ലോ. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെയാ അയാൾ ഫോണും കട്ടാക്കിയത്. ആരായിരിക്കും അത്? എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ആലോചിച്ചിട്ട് തല പെരുക്കുന്നു. എന്തൊക്കെ വർത്താന കൊട്ടേഷൻ ഏറ്റെടുത്തപ്പോ അവൻ പറഞ്ഞത്. എന്നിട്ടിപ്പോ വേസ്റ്റ്. എനിക്ക് കുറച്ച് വെള്ളം തരുമോ ഗംഗേ? കുടിക്കേ. ഡ്രസ്സിൽ വീഴാതെ നോക്കണേ. ശരി ഗംഗേ. ഇതല്ലേ മാളുവിന്റെ അമ്മ? മാളുവിന്റെ അമ്മയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാന് മാളുവിന്റെ അമ്മയല്ല. അല്ലേ? പക്ഷെ അമ്മയെ പോലെയാണല്ലോ ചേച്ചി മാളുവിനെ നോക്കുന്നത്. ഞാൻ കരുതി മാളുവിന്റെ അമ്മയാണെന്ന്. ഇപ്പൊ എന്റെ അമ്മ അല്ലെന്നേ ഉള്ളൂ, പക്ഷെ ഉടനെ അമ്മയാവും. അതെങ്ങനെയാ അമ്മയാവുന്നത്? അതൊക്കെ ഉണ്ട്. ശരിക്കും ഗംഗ എന്റെ അമ്മയായി കഴിയുമ്പോ ഗംഗ എന്റെ കൂടെ സ്കൂളിൽ കൊണ്ടുവരാം. അപ്പം മനസ്സിലാകും. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മാളുവിന്റെ അമ്മയല്ലെന്നേ ഉള്ളൂ, പക്ഷെ എനിക്ക് മാളു എന്റെ സ്വന്തം മോളെ പോലെ തന്നെയാ. നിനക്കെന്താ ഗംഗേ, വട്ടാണോ? ഇത്തിരി ഇല്ലാത്ത കൊച്ചിന് നീ ഈ പറയുന്ന വല്ലതും മനസ്സിലാവോ? മഹിയേട്ടാ, നമ്മുടെ മോള്, എന്റെ മാളും അപകടത്തില. എന്റെ കുഞ്ഞിനെ രക്ഷിക്കും മഹിയേട്ട. ദൈവമേ, ഞാൻ പറയുന്നത് മഹിയേട്ടൻ കേൾക്കുന്നില്ലല്ലോ. ഇത് ഞാൻ എങ്ങനെ മഹിയേട്ടനെ അറിയിക്കും? മഹിയേട്ട, നമ്മുടെ കുഞ്ഞു മാത്രമല്ല,
ഒരുപാട് മക്കളുടെ ജീവന് നഷ്ടപ്പെടാൻ പോകുന്നു. മഹിയേട്ട എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യണം. പറയുന്നൊന്ന് കേക്ക് മഹിയേട്ട. എന്റെ കുഞ്ഞിനൊരു ആപത്തും വരാതെ പൊന്നുപോലെ നോക്കുന്ന മഹിയേട്ട വാക്ക് തന്നെയല്ലേ. പ്ലീസ് മഹിയേട്ട, എന്റെ കുഞ്ഞിനെ രക്ഷിക്ക്. ഈശ്വര, ഞാനിത് എങ്ങനെ മഹിയേട്ടനെ അറിയിക്കും? ഒരിക്കൽ മാത്രം എന്റെ ശബ്ദം മഹിയേട്ടനൊന്ന് കേട്ടിരുന്നെങ്കിൽ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? എനിക്കാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനും സാധിക്കുന്നില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവൂ. ഇതിങ്ങനെ താഴെ വീണത്? ഇതെന്താ ഇപ്പൊ ഇങ്ങനെ സംഭവിക്കാൻ? എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ തോന്നുന്നല്ലോ. മഹിയേട്ടാ, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ. നമ്മുടെ മോൾ അപകടത്തിലാ. ഗംഗയും മാളുവിനെയും ആ കുഞ്ഞുങ്ങളെയും രക്ഷിക്കും മഹിയേട്ടാ. എന്താ ഒരു ശബ്ദം കേട്ടത്? അയ്യോ, എന്താ ഇത്? കൈമുറിഞ്ഞല്ലോ. അറിയില്ലമ്മേ, ഫോട്ടോ താഴെ വീണ് പൊട്ടി. അതെടുക്കാൻ നോക്കിയപ്പോ കൈയൊന്ന് മുറിഞ്ഞു. ഒരുപാട് മുറിഞ്ഞല്ലോ മോനെ. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഏയ്, അതൊന്നും വേണ്ടമ്മേ. ഇത് അത്രയ്ക്കൊന്നുമില്ല. എനിക്കെന്തോ മനസ്സിലൊരു ടെൻഷൻ പോലെ. എന്താ മഹി? അല്ലമ്മേ, ഗംഗയ്ക്കും മാളുവിനും എന്തോ അപകടം സംഭവിക്കാൻ പോകുന്ന പോലെ മനസ്സ് പറയുന്നു. അതെ മഹിയേട്ടാ, അതെ, അപകടത്തിലവര്. വേഗം ചെന്ന് അവരെ രക്ഷിക്ക്. അതൊക്കെ വെറുതെ നിനക്ക് തോന്നുന്നതാ. അല്ലമ്മേ, മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതുപോലെ ഒരു ടെൻഷൻ. എന്തോ നഷ്ടപ്പെടാൻ പോകുന്നെന്ന് മനസ്സിൽ ആരോ പറയുന്നത് പോലെ. ഇതിനു മുമ്പ് എനിക്കിങ്ങനെ ഉണ്ടായത് എന്റെ ഗൗരി നഷ്ടപ്പെട്ട ദിവസമാണ്. അന്ന് ഞാനത് കാര്യമാക്കിയില്ല. എന്റെ തോന്നലാണെന്ന് കരുതി അവഗണിച്ചു. അന്ന് ഞാൻ അവളെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ആ വലിയ നഷ്ടം എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലായിരുന്നു. ഇനി എന്തിനാ വെറുതെ കഴിഞ്ഞു പോയത് കോർത്ത് വേദനിക്കുന്നത്? അതായിരുന്നു ഗൗരിയുടെ വിധി. അന്ന് അത് സംഭവിച്ചു എന്ന് കരുതി ഇപ്പൊ നമ്മുടെ മാളുവിനൊന്നും സംഭവിക്കില്ല. ഗൗരി വിജയിച്ച് മിടുക്കിയായി തിരിച്ചു വരും. അല്ല മഹിയേട്ട, ഇത് കേട്ട് വെറുതെ ഇരിക്കല്ലേ. എന്റെ കുഞ്ഞിനെ രക്ഷിക്ക്. എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യും മഹിയേട്ട. ഞാൻ ഏതായാലും ഗംഗയെന്ന് വിളിക്കട്ടെ. മാളിനോടൊന്ന് സംസാരിച്ച പകുതി ടെൻഷൻ മാറിക്കിട്ടും. ശരി, നീ വിളിക്ക്. അപ്പൊ നിനക്കൊരു സമാധാനാവൂല്ലോ.
ഒന്നുമില്ല. ബോംബ് ഞാൻ മാറ്റി ഫിറ്റ് ചെയ്യാം സാർ. അതെന്താ നിങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാ പോരെ? നിങ്ങളുടെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ ഉണ്ട്. ഗംഗേ, എന്താ രേഷ്മേച്ചി? നീ ഇത് ഏത് ലോകത്താ? എത്ര നേരമായി നിന്റെ ഫോൺ റിങ് ചെയ്യുന്നു? അത് ഞാൻ മഹേട്ടനായിരിക്കും വിളിച്ചത്. നിനക്കൊന്ന് ഫോൺ എടുത്തൂടെ? നിന്റെ ഫോണിലോട്ട് വിളിച്ചാലും അത് മാളുന്റെ കാര്യങ്ങൾ അറിയാനാ. അപ്പോ അതെടുത്ത് കാര്യങ്ങൾ പറയാനുള്ള ഉത്തരവാദിത്വം നിനക്കില്ലേ? ഗംഗ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ? ബസ്സിലല്ലേ? ഫോൺ റിങ് ചെയ്തത് കേട്ട് കാണില്ല. ഏയ്, അതൊന്നുമല്ല. ഇതെന്തോ കുഴപ്പമുണ്ട്. അതെ മഹിയേട്ടാ, വലിയ പ്രശ്നത്തിലാ അവര്. എന്തെങ്കിലും വേഗം ചെയ്യേ. അയ്യോ, ഇതെന്താ പറ്റിയേ? അത് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞതാ. നീ ഒരു കോട്ടൺ എടുക്ക ശ്രേയ. ശരി എന്റെ. സാരമില്ല ശ്രേയ, അതൊന്നും വേണ്ട. കൊറേ സമയമായിട്ട് നാത്തൂനെ കാണാഞ്ഞോണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഈ ഫോട്ടോ താഴെ വീഴുന്ന ശബ്ദം കേട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. അപ്പോഴാ മഹി ടെൻഷനിൽ നിൽക്കുന്ന ഞാൻ കാണുന്നത്. മഹേട്ടിന് എന്താ പറ്റിയത്? എന്തിനാ ടെൻഷൻ? മാളൂനും ഗംഗയ്ക്കും എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നു മഹിക്കൊരു തോന്നൽ. അതിന്റെ സൂചനയാ ഈ ഫോട്ടോ താഴെ വീണ് പൊട്ടിയതെന്നാ മഹി പറയുന്നത്. ഓ പിന്നെ ഒന്നും ആവില്ലെന്നേ. എന്തിനാ മഹി വെറുതെ നെഗറ്റീവായി ചിന്തിക്കുന്നേ? അല്ല, ഞാൻ വിളിച്ചിട്ട് ഗംഗ ഫോൺ എടുക്കാത്തതും ഇതും എല്ലാം കൂടി ഓർത്തിട്ട് എന്തൊക്കെയോ പ്രശ്നമുള്ളതുപോലെ തന്നെയാ തോന്നുന്നത്. അവള് ഫോൺ എടുത്തില്ലെങ്കിലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്തിനാ മഹിയേട്ടൻ ഗംഗ മാളൂനൊപ്പം അയച്ചത്? അതെ, അങ്ങനെ കൂടെ അയക്കാൻ ഗംഗ ആയിരുന്നില്ലല്ലോ മാളുന്റെ രക്ഷിതാവ്. അവള് വല്ല സ്വപ്നലോകത്തും ആയിരിക്കും. ഇവിടെ തന്നെ അവള് നടക്കുന്നത് പാതി ബോധത്തിലാ. മാളുവിനെ നോക്കാൻ ഗംഗയോളം മറ്റാർക്കും സാധിക്കില്ല. അതൊക്കെ ശരിയാ. പക്ഷെ അവര് പോയിരിക്കുന്നതേ ഒരു CBSE ഫെസ്റ്റിനാ. സ്വന്തം പേര് പോലും തെറ്റാതെ ഇംഗ്ലീഷിൽ എഴുതാൻ അറിയാത്ത ഗംഗയെ അതിന് കൂടെ അയക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു. അത് ശ്രേയ പറഞ്ഞാലും കാര്യമുണ്ട്. ഇത്തരം ഒരു സ്ഥലത്തേക്ക് ഗംഗയെ തനിച്ചയക്കണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുന്നേ? എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യ് പ്ലീസ്. കൂടെ ചെല്ലുന്ന ആളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം പരീക്ഷിക്കുന്ന സ്ഥലമൊന്നും അല്ലത്. മത്സരം കുട്ടികൾ തമ്മിലാ. രക്ഷിതാക്കൾ കൂടെ പോകുന്നത് മത്സരിക്കുന്ന കുട്ടികൾക്ക് ആത്മവിശ്വാസം കൊടുക്കാനാ. എന്റെ മാളൂന് ആത്മവിശ്വാസവും ധൈര്യവും കൊടുക്കാൻ ഗംഗയ്ക്ക് മാത്രമേ സാധിക്കൂ. എനിക്ക് പോലും അത് കഴിയില്ല.
അല്ലെങ്കിലും മാളുവിന്റെ മനസ്സിൽ ഗംഗ കഴിഞ്ഞിട്ട് എനിക്ക് പോലും സ്ഥാനമുള്ളൂ. അതുകൊണ്ട് ആരും അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അല്ലെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും കുറ്റം ഗംഗയെ പറഞ്ഞാ മഹിക്കത് സഹിക്കില്ലല്ലോ. അതിന് നമ്മൾ ആരും ഗംഗയെ കുറ്റം പറഞ്ഞല്ലോ, പിന്നെന്താ? ഇതൊക്കെ പറയുന്നത് നിങ്ങൾ തന്നെയാ, ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ശ്ശോ, ഇവര് വേറെ കാര്യങ്ങളാണല്ലോ സംസാരിക്കുന്നത്. വെറുതെ സമയം കളയാതെ എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യും മഹിയേട്ടാ. മഹിയൊന്നും പറഞ്ഞില്ല. പക്ഷെ മഹിയുടെ പെരുമാറ്റത്തിന്ന് ഞങ്ങൾക്ക് പലതും മനസ്സിലാവുന്നുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ സ്ഥാനം മഹി ഗംഗയ്ക്ക് കൊടുക്കുമ്പോ എന്റെ മോക്കുണ്ടാകുന്ന വേദന മഹി അറിയുന്നില്ല.